നല്ല നാടൻ ബീഫ് റോസ്റ്റ്, നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫും അതിൻ്റെ കൂടെ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി മസാലയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നല്ല നാടൻ രീതിയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ രുചി അറിയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 600 ഗ്രാമോളം ബീഫ് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ബോൺലെസ് ബീഫാണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബീഫ് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സവാള ചേർക്കാം. സവാള നേരിയതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി കുറച്ചധികം ഇരിക്കുന്നത് നല്ലതാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വരെ പെരുംജീരകം ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്താൽ മതി. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ചധികം കറിവേപ്പില ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് ബലം കൊടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാവും നല്ലത്. അതിനുശേഷം ഞാനൊരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളവും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഞണ്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഇനി ഒരു 5-6 വിസിൽ വരുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവിനനുസരിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ ബീഫ് മൊത്തം വെന്ത് ഉടയാനും പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ബീഫ് നല്ലതുപോലെ വേവിച്ച് അതിൻ്റെ എയറൊക്കെ പോയി കഴിയുമ്പോഴാണ് തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വെള്ളം നല്ലതുപോലെ വറ്റിയിട്ടാണ് ഇരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം. പിന്നെ 3 കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്. ഒരു 3-4 ഗ്രാമ്പു ചേർക്കാം. പിന്നെ കുറച്ച് ഏകദേശം ഒരു 2 ടീസ്പൂൺ വരെ ഇഞ്ചി അരിഞ്ഞത്, ഒരു 3 ടീസ്പൂൺ വരെ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക്. ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2-3 എണ്ണം ചേർക്കാവുന്നതാണ്. ഞാൻ ഒരെണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് 2 സവാള ചേർക്കുന്നുണ്ട്. നേരിയതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. സവാള ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള നല്ല സോഫ്റ്റായി കളറൊക്കെ മാറുന്നത് വരെ വഴറ്റണം. അപ്പോൾ ഇത് നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കാം. അപ്പോൾ തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി കണ്ടില്ലേ മുഴുവനായിട്ട് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വരെ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. ഈ 3 പൊടികളും ചേർത്തിട്ട് ഏകദേശം 1 മിനിറ്റ് വരെ, ആ പൊടികളുടെ പച്ചമണം മാറാനായിട്ട് ഏകദേശം 1 മിനിറ്റ് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച ബീഫ് ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ ബീഫ് വേവിച്ചതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തോട് കൂടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ വെള്ളമൊക്കെ മുഴുവൻ വറ്റിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ബീഫ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബീഫ് വേവിച്ച കുക്കറിൽ ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വരെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ ഡ്രൈ ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊരു വെള്ളത്തോട് കൂടി ഉണ്ടാകുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം. ആ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. എന്നിട്ട് 3-4 മിനിറ്റ് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ ബീഫ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ബീഫൊക്കെ ചേർത്ത് കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ 3-4 മിനിറ്റ് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് കിട്ടും. കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് നിർത്താതെ 3-4 മിനിറ്റ്
നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമുക്ക് ചൂടോടുകൂടി ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. താങ്ക്